കേരളത്തിലെ മുഖ്യമന്ത്രി ചർച്ചയുമായി ബന്ധപ്പെട്ട വാർത്തയുടെ കൂടുതൽ വിശദാംശങ്ങളിലേക്ക് തന്നെയാണ്. ഇതുവരെയും ഒരു മുഖ്യമന്ത്രിയെ കണ്ടെത്താനായിട്ടില്ല എന്നുള്ളത് ഘടകകക്ഷികൾ ഉൾപ്പെടെ വലിയ രീതിയിലുള്ള അസ്വാരസ്യങ്ങൾക്ക് ഇടയാക്കിയിട്ടുണ്ട്. എന്തായാലും കേരളത്തിൽ മുഖ്യമന്ത്രി ആരെന്ന ഇന്നും AICCയുടെ പ്രഖ്യാപനം ഉണ്ടാകില്ല എന്നുള്ള വാർത്തയാണ് പുറത്തുവരുന്നത്. കൂടുതൽ ചർച്ചകൾക്കായി കേരളത്തിലെ മുതിർന്ന നേതാക്കളെ നേതൃത്വം ഡൽഹിയിലേക്ക് വിളിപ്പിച്ചിട്ടുണ്ട്. മുൻ KPCC അധ്യക്ഷന്മാർ ഡൽഹിയിൽ കോൺഗ്രസ് ഹൈക്കമാൻഡുമായി കൂടിക്കാഴ്ച നടത്തും. അതേസമയം ഡൽഹിയിലേക്ക് വരില്ല എന്ന് മുല്ലപ്പള്ളി രാമചന്ദ്രൻ അറിയിച്ചതായും റിപ്പോർട്ടുണ്ട്. അലക്സറ മുഹമ്മദ്, ദീപക് ധർമ്മടം ഒപ്പം തന്നെ വിവരങ്ങളുമായി നമ്മോടൊപ്പം ചേരുന്നുണ്ട്. ആദ്യം അലക്സിലേക്ക് പോവുകയാണ്. അലക്സ്, ഇത് നാളെ നീളെ ഈ മുഖ്യമന്ത്രി ആരെന്നുള്ള ചർച്ച ഇങ്ങനെ നീണ്ടുപോവുകയാണ്. ഇപ്പോൾ മുതിർന്ന നേതാക്കളെ ഒന്നുകൂടി ഡൽഹിയിലേക്ക് വിളിപ്പിച്ചിരിക്കുകയാണ്. തുടർ ചർച്ചകൾക്ക് അനൂപ് മോഹൻ, മെനിഞ്ഞാന്ന് കേരളത്തിലെ പ്രധാനപ്പെട്ട നേതാക്കൾ, പ്രത്യേകിച്ച് മുഖ്യമന്ത്രി പദത്തിനായി അവകാശവാദം ഉന്നയിക്കുന്ന 3 നേതാക്കളും KPCC അധ്യക്ഷൻ സണ്ണി ജോസഫ് എന്നിവരുമായി ഏതാണ്ട് 4 മണിക്കൂറോളം നീണ്ട ചർച്ചയാണ് ഹൈക്കമാൻഡ് നടത്തിയത്. പക്ഷേ ആ ചർച്ചയ്ക്ക് ശേഷം എടുത്ത പ്രധാനപ്പെട്ട തീരുമാനങ്ങളിലൊന്ന് മുഖ്യമന്ത്രി ആരാണെന്നത് സംബന്ധിച്ച തീരുമാനമല്ല, പകരം സംസ്ഥാനത്ത് നടക്കുന്ന ചേരി തിരിഞ്ഞുള്ള തർക്കവും ഏറ്റുമുട്ടലും ഒഴിവാക്കണം, ഫ്ലെക്സുകൾ ഒഴിവാക്കണം, പ്രതിഷേധങ്ങൾ ഒഴിവാക്കണം, പരസ്യ പ്രസ്താവനകൾ ഒഴിവാക്കണം എന്നുള്ള ഉറപ്പാണ് നേതാക്കളിൽ നിന്ന് അന്നെടുത്തത്. ആ തീരുമാനം മാത്രമാണ് കൈക്കൊണ്ടത്. ആ സ്റ്റാറ്റസ് കോയിൽ നിന്ന് അത് ഒരു ദിവസത്തിന് ശേഷം വീണ്ടും അടുത്ത നടപടിയിലേക്ക് കടക്കുന്നു എന്നുള്ളതാണ് ഹൈക്കമാൻഡ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഒരു ദിവസത്തെ ഇടവേള ഇതിനോടകം എടുത്തു കഴിഞ്ഞു. ഇനി പ്രധാനപ്പെട്ട നേതാക്കളെ, കേരളത്തിലെ മുൻ KPCC അധ്യക്ഷന്മാരെ ഡൽഹിയിലേക്ക് വിളിപ്പിച്ചിരിക്കുന്നു AICC. ഇതുമായി ബന്ധപ്പെട്ട തുടർ ചർച്ചകൾക്ക് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഈ 3 പേർക്കും, VD സതീശനും KC വേണുഗോപാലിനും ഒപ്പം രമേശ് ചെന്നിത്തലയ്ക്കും മുഖ്യമന്ത്രി പദത്തിന് ഒരുപോലെ അർഹതയുണ്ട് എന്നുള്ളതാണ് കഴിഞ്ഞ ദിവസത്തെ ചർച്ചയ്ക്ക് ശേഷമുള്ള ഹൈക്കമാൻഡിന്റെ വിലയിരുത്തൽ. 3 പേരും എന്തുകൊണ്ട് തങ്ങളെ ആ സ്ഥാനത്തേക്ക് പരിഗണിക്കണം, തങ്ങളുടെ അവകാശവാദം എന്തുകൊണ്ടാണ് എന്നുള്ളതാണ് 3 പേരും ഹൈക്കമാൻഡിന് മുന്നിൽ വെച്ചത്. സ്വാഭാവികമായും മറ്റു കൂടുതൽ പേരെ കൂടി കേൾക്കണമെന്ന് ഹൈക്കമാൻഡ് അങ്ങനെയാണ് തീരുമാനിച്ചത്. അതായത് രാഹുൽ ഗാന്ധിയും മല്ലികാർജ്ജുൻ ഖാർഗെയും അങ്ങനെയാണ് തീരുമാനം എടുത്തത്. അതിൽ ഘടകകക്ഷികൾക്ക് വലിയ റോളുണ്ട്. ഘടകകക്ഷികളുമായി ആശയവിനിമയം വീണ്ടും നടത്തും, അവരുമായി സംസാരിക്കും, അവരുമായി ഫോൺ മുഖേനയായിരിക്കും ബന്ധപ്പെടുക. ഇതിൽ പ്രധാനപ്പെട്ട നേതാക്കളെ, K മുരളീധരൻ അടക്കമുള്ള നേതാക്കളുമായി ആശയവിനിമയം നടത്തുമെന്നാണ് പറഞ്ഞിരുന്നത്. പക്ഷേ അത് അങ്ങനെയല്ല, നേരിട്ടെത്തി തന്നെ അവരുമായി ഒരു ചർച്ചയ്ക്ക് AICC ഒരുങ്ങുന്നു, ഹൈക്കമാൻഡ് ഒരുങ്ങുന്നു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. മുല്ലപ്പള്ളി രാമചന്ദ്രൻ, K മുരളീധരൻ, VM സുധീരൻ, MM ഹസൻ തുടങ്ങി പ്രധാനപ്പെട്ട K മുരളീധരൻ അടക്കമുള്ള നേതാക്കൾ ഡൽഹിയിലേക്ക് വിളിപ്പിച്ചിരിക്കുന്നു. ഇന്ന് വൈകുന്നേരത്തോടുകൂടി ഒരുപക്ഷെ നേതാക്കൾ ഇവിടെ നിന്ന് പുറപ്പെടും. K മുരളീധരൻ ഒരുപക്ഷെ 5:30 മണിക്കുള്ള ഫ്ലൈറ്റിൽ പുറപ്പെടുമെന്നുള്ള വിവരം കൂടി പുറത്തു വരുന്നുണ്ട്. അതിൽ VM സുധീരൻ പോകുന്നില്ല എന്നുള്ള കാര്യത്തിൽ ഇനിയും സ്ഥിരീകരണം തന്നിട്ടില്ല. MM ഹസനും പുറപ്പെടാനാണ് സാധ്യത. എന്നാണെങ്കിലും മുതിർന്ന നേതാക്കളുടെ അഭിപ്രായം കൂടി കേൾക്കുന്നു എന്നുള്ളത് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമാണ്. അവർക്ക് എന്തു പറയാനുണ്ട് ഇക്കാര്യത്തിൽ, അവരുടെ ടേക്ക് എന്താണെന്നുള്ളത് AICC കേൾക്കുന്നു, ഹൈക്കമാൻഡ് കേൾക്കുന്നു. നേരത്തെ തന്നെ K മുരളീധരൻ ആരാകണം മുഖ്യമന്ത്രി എന്നത് സംബന്ധിച്ച് K മുരളീധരന്റെ സൂചനകൾ നൽകിയിരുന്നു. K സുധാകരൻ ആരാകണം മുഖ്യമന്ത്രി എന്നത് സംബന്ധിച്ച് K സുധാകരൻ അദ്ദേഹത്തിന്റെ ടേക്ക് നൽകിയിരുന്നു. അത് പൂർണ്ണമായി KC വേണുഗോപാലിന് അനുകൂലമായ ഈ അനുനയ ചർച്ചയുടെ കൂടി ഭാഗമായാണോ മുതിർന്ന നേതാക്കൾ ഡൽഹിയിലേക്ക് പോകുന്നത്? പ്രവൃത്തി തീർച്ചയായും, അതായത് നിലവിലെടുത്ത തീരുമാനം ഈ നേതാക്കളെ കൂടി പറഞ്ഞ് ബോധ്യപ്പെടുത്തുക എന്നുള്ളതാണ് ഇവരിലേക്ക് ഏൽപ്പിക്കുന്ന ഉത്തരവാദിത്വം. അതായത് നിലവിൽ ഹൈക്കമാൻഡ് ആരെയാണ് മുഖ്യമന്ത്രിയാക്കാൻ പോകുന്നത്, സ്വാഭാവികമായി മറ്റ് മുഖ്യമന്ത്രി പദത്തിലേക്ക് പരിഗണിച്ചവരെ അവരെ ഈ കാര്യങ്ങൾ അറിയിക്കുക, ഈ കാര്യങ്ങൾ കൃത്യമായി തന്നെ രേഖപ്പെടുത്തി അവരെ മുഖവിലേക്കെടുത്ത് അന്വയിപ്പിക്കുക എന്നുള്ളതാണ് ഇവരുടെ പ്രധാനപ്പെട്ട ഉത്തരവാദിത്വം. അത് മാത്രമല്ല, ഇവരുടെ ഫീഡ്ബാക്ക് കൂടി പ്രധാനപ്പെട്ടതാണ്. ആരാകണം, ഒന്ന് കേരളത്തിന്റെ പൊതുവായ ഒരു സാമൂഹ്യ പശ്ചാത്തലം വിലയിരുത്തണം, പൊതുവികാരം എന്താണെന്ന് അറിയണം. അത് മാത്രമല്ല, നേരത്തെ ഉയർന്ന പ്രതിഷേധങ്ങൾ അല്ലെങ്കിൽ പ്രകടനങ്ങൾ അത് സംഘടനാപരമായ പ്രകടനങ്ങളാണോ, അതല്ല എങ്കിൽ ജനങ്ങളുടെ ഭാഗത്തു നിന്നുണ്ടായ പ്രകടനങ്ങളാണോ, അതായത് അനുകൂല വികാരമാണോ എന്നുള്ളതൊക്കെ വിലയിരുത്തേണ്ടതുണ്ട്. അതിന് ഈ നേതാക്കളുടെ ഫീഡ്ബാക്ക് വളരെ പ്രധാനപ്പെട്ടതാണ്. അതിനാണ് ഇവരെ അങ്ങോട്ട് വിളിപ്പിക്കുന്നത്. എന്താണെങ്കിലും ഈ അനുനയ നീക്കത്തിലടക്കം ഈ നേതാക്കൾക്ക് വലിയ പങ്ക് ഉണ്ട്. അത് ഹൈക്കമാൻഡ് അവരെ വിളിച്ച് അതുമായി ബന്ധപ്പെട്ട ചർച്ചയിലേക്ക് കടക്കുന്നതിലൂടെ തെളിയിച്ചിരിക്കുന്നു. പ്രവിത, ശരി. അലക്സറ മുഹമ്മദാണ് വിവരങ്ങൾ നൽകിയത്. അലക്സ് സൂചിപ്പിച്ചതുപോലെ തന്നെ ഈ 3 നേതാക്കളെയും, അതായത് മുഖ്യമന്ത്രി പദത്തിലേക്ക് അവകാശവാദം ഉന്നയിക്കുന്ന 3 പേരെയും അനുനയിപ്പിക്കുക, അത് AICC സംബന്ധിച്ച് എളുപ്പമുള്ള കാര്യമല്ല. അപ്പോൾ കേരളത്തിൽ നിന്നുള്ള മുതിർന്ന നേതാക്കളെ കൂടി ഡൽഹിയിലേക്ക് വിളിപ്പിച്ചിരിക്കുകയാണ്. ഇവർ കൂടി കൂടിക്കാഴ്ച നടത്തിയതിനു ശേഷമാകും ഒരു അന്തിമ തീരുമാനത്തിലേക്ക് എത്തുക എന്നുള്ള വിവരങ്ങളാണ് ഇപ്പോൾ അലക്സ് പങ്കുവച്ചത്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.